സാധാരണക്കാരുടെ വിയർപ്പിൽ നിന്നുള്ള ചില്ലിക്കാശ് സ്വരുക്കൂട്ടി ദശാബ്ദങ്ങളിലൂടെ വളർന്നു പന്തലിച്ചതാണ് ഇലന്തൂരുകാരുടെ ഈ സഹകരണ സ്ഥാപനം. നീണ്ടു നിവർന്നു കിടക്കുന്ന പച്ചപ്പിന്റെയും ശുദ്ധവായുവിന്റെയും നടുവിലായി സ്വന്തം സ്ഥലത്ത് ബഹുനില കെട്ടിടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. 2019 ഓഗസ്റ്റ് 19 പ്രസിഡന്റായി ചുമതലയേറ്റ PR പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള 11 ഭരണസമിതിയാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. 1924 ആരംഭിക്കുന്നത്. പരസ്പര സഹായ സംഘങ്ങൾ എന്ന നിലയിലാണല്ലോ അത് ആരംഭിക്കുന്നത്. 2024 ആകുമ്പോൾ 100 വർഷം അതിൻ്റെ ആഘോഷങ്ങൾ 2023 മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സംഘം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അത് വിപണനം നടത്തുക എന്നുള്ള കർഷക സ്വയം സംഘങ്ങളായി പ്രവർത്തിച്ച സ്ഥിതിയിൽ നിന്നും മാറി ഇന്നിപ്പോൾ ഇലന്തൂർ പഞ്ചായത്തിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനമായിട്ട് വളരുകയാണ് ഉണ്ടായത്. ഇന്റേണൽ ഓഡിറ്റർ മുതൽ കമ്മീഷൻ ഏജന്റുമാർ വരെയുള്ള 9 ജീവനക്കാരാണ് ബാങ്കിൽ ജോലി ചെയ്യുന്നത്. നമ്മളൊരു ആവശ്യമായിട്ട് എന്നാൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നുണ്ട്. നല്ല സർവീസാണ്. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല സർവീസ് സമീപനമാണ്. അപ്പോൾ നമ്മൾ എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ള ബാങ്കിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആൾക്കാർക്ക് കാർഷിക വായ്പ കൊടുക്കുകയും അതുപോലെയുള്ള എല്ലാ ലോണുകളും കൊടുക്കുകയും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. ഇലന്തൂരിലെ 7 വാർഡുകളിലായാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധി. ഇലന്തൂരുകാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഇഴുകിച്ചേർന്നു കഴിഞ്ഞു. അന്നും ഇന്നും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു ബാങ്കാണ് ഇലന്തൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇലന്തൂരിലെ പാവപ്പെട്ടവർക്കും പ്രത്യേകിച്ച് കർഷകർക്കും ഏറ്റവും സഹായകരമായ നിലപാടുകളാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാവിധമായ മേഖലകളിലും വ്യാപാരികളും ആയാലും കൃഷിക്കാരായാലും എല്ലാവരും പരിപൂർണമായി സഹകരിച്ചുകൊണ്ട് ഈ ബാങ്ക് നല്ല രീതിയിൽ നടക്കുന്നു. സ്റ്റാഫാണെങ്കിലും നല്ല രീതിയിൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഏത് കക്ഷി ഭരിച്ചാലും വിഷയമില്ലാതെ ഈ ബാങ്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ബാങ്കിന്റെ ബിസിനസ്സുകൾക്ക് പുറമെ കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനം, നീതി സ്റ്റോർ, മെഡിക്കൽ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്, ഫാർമേഴ്സ് സർവീസ് സെന്റർ, വളം ഡിപ്പോ തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ട്. വളം ഡിപ്പോയെ അതുപോലെ തുണി സ്വന്തം നിലയിൽ റേഷൻ ഷോപ്പ് അതുപോലെ ആരംഭിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഉള്ള സംഭരണങ്ങൾ, കശുവണ്ടി സംഭരണം മറ്റൊക്കെയുള്ള കൃഷിക്കാരുടെ സംരംഭങ്ങൾ ആരംഭിക്കും. ഫാർമേഴ്സ് സർവീസ് സെൻ്ററുകൾ കൃഷിക്കാർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻപുട്സുകളും കൊടുക്കുന്ന ഒരു കേന്ദ്രം നമ്മുടെ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഫാർമേഴ്സ് സർവീസ് സെൻ്റർ എന്ന നിലയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നീതി സ്റ്റോറുകൾ സഹകരണ മേഖലയിൽ ആരംഭിക്കുമ്പോൾ ചെറിയ രീതിയിൽ ആരംഭിക്കും. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആദ്യമായി നീതി സ്റ്റോറിൻ്റെ ഒരു നീതി സൂപ്പർ മാർക്കറ്റ് എന്ന നിലയിൽ വളർത്തിയത് പത്തനംതിട്ട ജില്ലയിൽ ആദ്യം ഇലന്തൂർ സഹകരണ സംഘമാണ്. നിരവധി വായ്പകളും ബാങ്ക് നൽകി വരുന്നു. അംഗങ്ങളുടെ കൈവശമുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ സൂക്ഷിക്കാൻ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യവുമുണ്ട്. ഇപ്പോൾ ബാങ്ക് 37 കോടി രൂപ നിക്ഷേപവും ഏതാണ്ട് 29 കോടി രൂപ വായ്പയുമുള്ള പ്രതിമാസം 50 ലക്ഷം രൂപയിലധികം മെമ്പേഴ്സ് മ്യൂച്വൽ ഫണ്ട് അഥവാ ചിട്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകിയതും ഇലന്തൂരുകാരുടെ ഈ സ്വന്തം ബാങ്കാണ്. നമ്മുടെ ബാങ്കിൻ്റെ ഉത്തരവാദിത്വത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി പഞ്ചായത്തിലുള്ള 2 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സഹകരണ വകുപ്പ് ബാങ്കിനെ ഏൽപ്പിക്കുകയും ആ 2 വീടും നിർമ്മാണം നടത്തി പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകമായ ബഹുമതി പത്രം
സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. സഹകരണ നിയമപ്രകാരമുള്ള ലാഭം എല്ലാ വർഷവും കൃത്യമായി വിഭജിച്ചു കൊടുക്കുവാൻ ഇലന്തൂർ സർവീസ് സഹകരണ ബാങ്കിന് കഴിയുന്നു. തുടർച്ചയായ വർഷങ്ങളിൽ പ്രവർത്തന ലാഭം ഓഹരി ഉടമകൾക്ക് ആവശ്യമായ നിലയിൽ എല്ലാ വർഷവും 10% ഡിവിഡൻഡ് നൽകുന്നൊരു ബാങ്കാണ്. ആ പ്രവർത്തന ലാഭം കൈവരിക്കുന്നതിന് ചിട്ടയായ പ്രവർത്തനങ്ങൾ ഭരണസമിതി ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി ഭരണസമിതി യോഗങ്ങളിൽ വിലയിരുത്തുകയും ജീവനക്കാരെ അവരുടെ അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ജോലിയും കൂടിക്കൂട്ടുമ്പോഴാണ് നമ്മുടെ ഈ പ്രദേശത്ത് ലാഭകരമായി പ്രവർത്തിക്കുന്ന കയ്യിൽ എണ്ണാൻ കഴിയുന്ന സംഘങ്ങളിൽ ഒരു സംഘമായി ഈ സ്ഥാപനം വളർത്തിയെടുക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഇതുപോലെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ സാമ്പത്തിക ഘടനയുടെ നട്ടെല്ലാണ്. കൃഷിയിറക്കുന്നതിനും പശുവിനെ വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും കല്യാണത്തിനും ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിനും എന്നുവേണ്ട നിത്യജീവിതത്തിന്റെ എല്ലാ കാര്യത്തിനും നമ്മൾ ഓടിച്ചെല്ലുന്നത് ഇതുപോലെയുള്ള സഹകരണ ബാങ്കുകളിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കിന്ന് സഹകരണ പ്രസ്ഥാനങ്ങളെ ആശ്രയിക്കാം. നന്ദി.